ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, ഏകദേശം ഒരു 143 വർഷം പഴക്കമുള്ളൊരു ക്രിസ്ത്യൻ പള്ളി, സെൻറ്റ് മേരീസ് കത്തീഡ്രൽ സിഡ്നി. ആ പള്ളിയുടെ വിശേഷങ്ങളാട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. പഴമയുടെ പ്രൗഢി ഫുള്ളും നമുക്ക് ആ പള്ളിയുടെ അകത്ത് വരുമ്പോൾ കാണാൻ പറ്റും. എന്താ ഒരു ഭംഗി തരാമോ. അന്ന് പിന്നെ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരിട്ട് വീഡിയോയിലേക്കോ. സിഡ്നിയൊക്കെ പോലത്തെ മെയിൻ സിറ്റികളിൽ നമ്മൾ ട്രിപ്പ് വരുമ്പോഴേ എല്ലാം കൊണ്ടും ബെറ്റർ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ഈ കാണുന്ന സെൻറ്റ് ജെയിംസ് സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് ബാക്കിലാട്ടോ നമ്മുടെ സെൻറ്റ് മേരീസ് കത്തീഡ്രല്. അതുപോലെ സ്റ്റേഷനോട് ചേർന്ന് തന്നെ ഒരു വിശാലമായൊരു പാർക്കാണ് കേട്ടോ. ആ പാർക്കിൻ്റെ നടുക്ക് അടിപൊളി ഒരു ഫൗണ്ടനും ഉണ്ട്. എന്താ ഒരു ഏരിയയിൽ തിരക്കെന്നറിയാമോ. അതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോട് ചുറ്റുപറ്റി ഒരുപാട് ഓഫീസുകളുണ്ട്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ലഞ്ചിൻ്റെ ടൈമിലും ടീ ബ്രേക്കിൻ്റെ സമയത്തൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വരുന്ന ഒരു പാർക്ക് കൂടി കേട്ടോ നമ്മുടെ ഈ പള്ളിയുടെ അടുത്തുള്ള പാർക്ക്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇനി നേരെ പള്ളിയുടെ അവിടേക്ക് പോവാം. സിഡ്നിയുടെ ഹൃദയഭാഗത്ത് മഹത്തായ ഗോത്തിക് ശൈലിയിലുള്ള ശില്പകലകൾ കൊണ്ട് എല്ലാവരുടെയും മനസ്സും കണ്ണൊക്കെ കവർന്നു നിൽക്കുന്ന ഒരു അത്ഭുത സ്മാരകം കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്ന സെൻറ്റ് മേരീസ് കത്തീഡ്രല്. എന്താ ഒരു ഭംഗി എന്നറിയുമോ. ഫ്രണ്ടിൽ ഫുള്ള് ഗാർഡനാ, പല തരത്തിലുള്ള പൂക്കളൊക്കെ ആയിട്ട് കണ്ടിരിക്കേണ്ടതായ ഒരു അടിപൊളി ഒരു സ്പോട്ട് തന്നെ കേട്ടോ നമ്മുടെ ഈ സെൻറ്റ് മേരീസ് കത്തീഡ്രല്. അവർ ലേഡി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് എന്ന വിശുദ്ധ പേരിലാട്ടോ ഈ പള്ളി സമർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം ദൈവമാതാവായ ബ്ലെസ്ഡ് വെർജിൻ മേരിയും അനുസ്മരിക്കുന്നുണ്ട് കേട്ടോ ഈ പള്ളി. ഈ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ വരാനുള്ള കാരണം വേറെ ഒന്നും കേട്ടോ. 1821 ആദ്യത്തെ പള്ളി സ്ഥാപിക്കപ്പെടുന്നത്. അതായത് ഒരു സാധാരണ പള്ളി. അത് കഴിഞ്ഞ് 1865 ആയപ്പോൾ ഒരു ഭയങ്കര തീപിടുത്തം ഉണ്ടായപ്പോൾ ആ പള്ളി പൂർണ്ണമായിട്ട് കത്തി നശിച്ചു. ഇതാണ് ഇന്നത്തെ മഹത്തായ നമ്മൾ ഈ കാണുന്ന സെൻറ്റ് മേരീസ് കത്തീഡ്രൽ നിർമ്മിക്കപ്പെടാൻ വഴി തെളിച്ചത്. 1868 പുതിയ കത്തീഡ്രൽ പള്ളിയുടെ നിർമ്മാണം തുടങ്ങുന്നത്. പ്രശസ്ത ഇംഗ്ലീഷ് ആർക്കിടെക്ട് വില്യം വാർഡേലാട്ടോ അന്ന് ഗോത്തിക് ശൈലിയിലുള്ള ആ ഡിസൈൻ തയ്യാറാക്കിയത്. പിന്നെ 1928 പള്ളിയുടെ പ്രധാന ഭാഗങ്ങളുടെയൊക്കെ പണി പൂർത്തിയായി. പക്ഷെ ആ കത്തീഡ്രൽ പള്ളിയുടെ ഫ്രണ്ടിൽ 2 ഗോപുരങ്ങളുണ്ട്. അത് നിർമ്മിച്ചത് പിന്നീടാട്ടോ 2000 അതിൻ്റെ ഫുള്ള് പണി തീർന്ന 2 ഗോപുരങ്ങളുടെ പണി തീർന്ന് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ കത്തോലിക് ദേവാലയമായിട്ട് ഉയർത്തപ്പെട്ട കേട്ടോ. പള്ളിയുടെ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ രാവിലെ 6:30 തുടങ്ങി വൈകുന്നേരം 6:30 വരെ കേട്ടോ. പിന്നെ കുർബാനയൊക്കെ എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻട്രൻസ് കയറുമ്പോൾ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അകത്ത് കയറി കഴിയുമ്പില്ലേ എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല കേട്ടോ. എന്താ ഒരു ഭംഗി എന്ന് പറയുമ്പോൾ വിൻഡോ ഒക്കെ ഉണ്ടല്ലോ ഫുള്ള് ഗ്ലാസ്സുകളാണ്. അതും ഫുള്ള് പെയിൻറ് വർക്കും ആർട്ട് വർക്കൊക്കെ ചെയ്ത പോലത്തെ അടിപൊളി. അതുകൊണ്ട് അതിൻ്റെ അകത്ത് തന്നെ വെട്ടം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള വെട്ടം കേട്ടോ. ഇപ്പം നമ്മൾ ഈ കാണുന്നത് പണ്ട് ഇവിടെ യുദ്ധം നടന്ന സമയത്ത് മരിച്ച ഓസ്ട്രേലിയൻസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കേട്ടോ ഇങ്ങനത്തെ ഓരോ സ്റ്റാച്യൂസ് പള്ളിയുടെ അകത്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് ബെഞ്ചുകളാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 351 അടിയാട്ടോ പള്ളിയുടെ ലെങ്ത്ത് വരുന്നത്. 99 അടിയാണ് ഹൈറ്റ് വരുന്നത്. പള്ളിയുടെ അകത്തില്ലേ എന്ത് ശാന്തമായ അന്തരീക്ഷം എന്ന് പറയാമോ. അതുപോലെ തന്നെ സിഡ്നിയിലൊക്കെ വന്നിട്ട് ആരും തന്നെ മിസ് ചെയ്യില്ല കേട്ടോ നമ്മുടെ ഈ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ. ഏകദേശം ഒരു 100 വർഷം അടുത്തോളം പഴക്കമുണ്ട് കേട്ടോ നമ്മുടെ ഈ പള്ളി. വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പള്ളി പുതുക്കി പണിതിന് ശേഷം പഴയ പള്ളി എന്ന് പറയുമ്പോൾ ഏകദേശം 143 വർഷം പഴക്കം വരും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ രൂപങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒറ്റ കല്ലിൽ ചെത്തി ഉണ്ടാക്കിയ രൂപങ്ങൾ കേട്ടോ. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ആ ഒരു ഫിനിഷിങ് കാണണം. പിന്നെ സൈഡിൽ നിന്ന് മാസ് കാണാനായിട്ട് സെപ്പറേറ്റ് ബെഞ്ചുകൾ LED സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ടോ. ഏറ്റവും എടുത്ത് പറയണതറിയാമോ പള്ളിയകത്തുള്ള ആ ഒരു ലൈറ്റാണ്. അത് ആ മുകളിലെ കൊടുത്തയുടെ ആ വിൻഡോൻ്റെ ലൈറ്റ് കേട്ടോ. അതുപോലെ തന്നെ ഔസേപിതാവിൻ്റെയും മാതാവിൻ്റെയും അന്തോണിസ് പിള്ളാളുടെയൊക്കെ രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ. അതിൻ്റെ താഴത്ത് നമുക്ക് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. ആ ഇരിക്കുന്ന മെഴുതിരിയൊക്കെ എന്ത് രസമെന്ന് പറയുമ്പോൾ കാണാനായിട്ട്. അതുപോലെ തന്നെ ഈ ദേവാലയത്തിൻ്റെ അൽത്താര കൂദാശ ചെയ്തത് 2008 ജൂലൈ 19 ബെനഡിക്ട് 16 മാർപ്പാപ്പ കേട്ടോ.
പഴമയുടെ പ്രൗഢി എന്താണെന്നുള്ളത് പള്ളിയുടെ അകത്തുള്ള മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. മുക്കിലും മൂലയിലും എവിടെ തിരിഞ്ഞാലുമില്ലേ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ വിദേശികളും സ്വദേശികളും എന്തോരം ആൾക്കാരാ വന്നും പോയിക്കൊണ്ടിരിക്കണത് അറിയാമോ ഈ പള്ളി കാണാനായിട്ട്. ജാതി മതം ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ സമയത്തോളം പള്ളിയുടെ അകത്തുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പള്ളിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒത്തിരി പഴയ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങളുടെ ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് പോകാനുള്ള ട്രെയിനും എത്തി. എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.